മാങ്ങാണ്ടിയുടെ ചൈനീസ് ലൈക്കിനെ സംബന്ധിച്ചുള്ള വിവരം ഒടുവിൽ ഇടത് സൈബർ ഹാൻഡിലുകളുടെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് മനോരമയ്ക്ക് വരെ വായി തുറക്കേണ്ടി വന്നു. ദേ നോക്കിയേ, കഴിഞ്ഞ 3-4 ദിവസം മുന്നേ മാങ്ങാണ്ടിയുടെ 100K ലൈക്കിന്റെ പിന്നിലെ ആ വിസ്മയം സോഷ്യൽ മീഡിയ വലിച്ചെടുത്ത് അടിയാധാരം സഹിതം പുറത്തെടുത്തിട്ട് കൊടുത്തു. കേരളത്തിലെ മുഖ്യധാരാ മാപ്രകൾ, കാര്യം മാങ്ങാണ്ടിയുടെ വയനാട് ഫണ്ടിൽ നിന്നും ഗർഭം കലക്കൽ വിഷയത്തിലെല്ലാം ഇഷ്ടം പോലെ ചാനൽ മുതലാളിമാർ വാങ്ങി പോക്കറ്റിലിട്ട് പുട്ടടിച്ചതാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും അവർക്ക് നോക്കേണ്ട കാര്യമേ ഇല്ല. ആ സൈഡിൽ അവർ കണ്ണടച്ചു കൊടുക്കും. അങ്ങനെയാണ് മാങ്ങാണ്ടിയുടെ ഫേസ്ബുക്ക് പേജിലെ ഈ വിസ്മയ ലൈക്കിനെ കുറിച്ച് അവരിൽ ചിലരും ലൈക്ക് അടിച്ച് പിന്തുണ കൊടുത്തത്. ഒടുവിൽ സോഷ്യൽ മീഡിയ അടിയാധാരം വലിച്ച് പുറത്തിട്ടപ്പോൾ ഇന്നിപ്പോ മനോരമ ഒന്നും അറിയാത്തതുപോലെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന രീതി നോക്കിയേ. തട്ടിപ്പില്ലാത്ത ഒരു കളിയുമില്ല. ഇതാണോ റീച്ചിന്റെ പിന്നിൽ? റിയാക്ഷനിൽ പെയ്ഡ് ഐഡികൾ, രാഹുലിനെതിരെ ഇടത് പ്രൊഫൈലുകൾ. അതായത് ഇപ്പോഴും മനോരമയ്ക്ക് സ്വന്തം നിലയ്ക്ക് കണ്ടു ബോധ്യപ്പെട്ടിട്ടില്ല. രാഹുലിനെതിരെ ഇടത് ഐഡികൾ. അപ്പോ ഈ നാട്ടിൽ കോൺഗ്രസിന്റെ ലേബലിൽ നിൽക്കുന്ന പെരും കള്ളന്മാരെയും പെണ്ണുപിടിയന്മാരെയും എല്ലാം തുറന്നു കാട്ടാനുള്ള ഉത്തരവാദിത്തം ആരുടെ തോളിലാണെന്ന് മനോരമ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇടത് പ്രൊഫൈലുകളുടെ. ഇടത് പ്രൊഫൈൽ ഇല്ലെങ്കിൽ ഈ കള്ളന്മാരെല്ലാം നമ്മുടെ മുന്നിൽ ഗാന്ധിയന്മാരാണ്, ഏറ്റവും നന്മ നിറഞ്ഞവരാണ്, മാലാഖമാരാണ്. ഇടത് പ്രൊഫൈലുകൾ ഉള്ളത് കൊണ്ട് ഈ അടിമുടി കള്ളന്മാരെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടിക്കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ആര് ചെയ്യുമായിരുന്നു? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ഒരു വിവരം പുറത്തേക്ക് വന്നിട്ട് 3-4 ദിവസമായി. ഒരു മുഖ്യധാര മാധ്യമവും ഇവന്റെ 100K ലൈക്കിന്റെ പിന്നിലെ തട്ടിപ്പ് അന്വേഷിച്ചു പോയിട്ടുമില്ല. എന്തുകൊണ്ടായിരിക്കും? കേരളത്തിലെ അടിമുടി പെണ്ണുകേസിൽ കുടുങ്ങി നിൽക്കുന്നവൻ, 3 FIR ആയവൻ, ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ 100K ലൈക്കുമായി വന്നപ്പോൾ കണ്ടില്ലേ, മുഖ്യമന്ത്രി പിണറായി വിജയനെക്കാളും ലൈക്ക് എന്നുള്ള നിലയ്ക്ക് മൂരികളുടെ തുമിപ്പ് പോലെ കുതിച്ചു ചാടി നിന്ന മാപ്രകൾക്ക് ഒടുവിൽ പുറത്തു വന്നിട്ട് അടിമുടി തട്ടിപ്പാണെന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇടത് സൈബർ ഹാൻഡിലുകൾ ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയേ. പണ്ട് കാലഘട്ടത്തിൽ മനോരമ പത്രമുണ്ടായിരുന്ന അതേ അവസ്ഥയാണ്. എല്ലാം ഏകപക്ഷീയമായിട്ടുള്ള വാർത്താ റിപ്പോർട്ടിംഗ്. ബാക്കിയുള്ളതെല്ലാം ഈ നാട്ടിലെ ജനപിന്തുണയായി അവതരിക്കപ്പെട്ടതിനെ. പുതിയ ഡിജിറ്റൽ കാലഘട്ടത്തിൽ പോലും ഇത്തരം ഗുരുതരമായ വ്യാജത്തരം കാണിക്കാൻ ഒരു ഉളുപ്പുമില്ലാത്തവൻ പണം മേടിച്ചുകൊണ്ട് ലൈക്ക് കൂട്ടി താൻ വലിയൊരു ജനപിന്തുണയുള്ള വ്യക്തിയാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തൻ്റെ ഞരമ്പൻ പ്രവർത്തനങ്ങൾ കൊണ്ട് എനിക്ക് ജനപിന്തുണ ഇടിഞ്ഞിട്ടില്ല, ഞാൻ ജനകീയനാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത ആ പണമിറക്കിയുള്ള ലൈക്ക് തെണ്ടൽ, അത് സമൂഹത്തിന് തുറന്നു കാട്ടിക്കൊടുത്തതിനെ മനോരമയ്ക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ നിർബന്ധമായപ്പോൾ തട്ടിപ്പില്ലാത്ത ഒരു കളിയുമില്ല, ഇതാണോ റീച്ചിന് പിന്നിൽ എന്നും ഇതെല്ലാം ഇടത് പ്രൊഫൈലുകൾ ചെയ്ത പ്രവർത്തനമാണെന്ന് പറയുമ്പോൾ മനോരമ ഒന്ന് അതിനകത്ത് കയറി പരിശോധിച്ചിരുന്നെങ്കിൽ ഇടത് സൈബർ ഹാൻഡിലുകൾ മാങ്ങാണ്ടിയോടുള്ള എന്തെങ്കിലും വിരോധം കൊണ്ട് പറഞ്ഞ കള്ളമല്ല, അത് കൃത്യമായിരുന്നു. ആ ആപ്പിനെ കുറിച്ചുള്ള വിശദാംശങ്ങളെല്ലാം കൂടി ജനങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് എഴുതി മനസ്സിലാക്കി കൊടുത്തിരുന്നെങ്കിൽ 10 പേര് കൂടി കാര്യം അറിഞ്ഞേനെ. പക്ഷെ അങ്ങനെ അറിയണ്ട. ഇടത് സൈബർ ഹാൻഡിലുകൾ എന്ന് കാണുമ്പോൾ വാർത്ത പലരും വായിക്കാതെ പോണം. അങ്ങനെ മാങ്ങാണ്ടിക്ക് കൂടുതൽ പരിക്കേൽക്കാതെ സംരക്ഷിക്കണം. വാർത്ത റിപ്പോർട്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇടത് സൈബർ ഹാൻഡിലിന്റെ പേരിൽ വെറുതെ ഒരു എഴുത്തങ്ങ് എഴുതിയിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള കൂലി എഴുത്ത് കച്ചവടത്തിന്റെ ഏറ്റവും മാരക വേർഷനാണ് മനോരമയുടെ ഇന്നത്തെ മാങ്ങാണ്ടിയുടെ ചൈനീസ് ലൈക്കിനെ സംബന്ധിച്ചുള്ള വാർത്തയെന്ന് പറയേണ്ടി വരികയാണ്.